മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് ഇടിമിന്നലേറ്റ ഒരു 23 വയസ്സുകാരൻ മരിച്ചു. ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസിൽ നിൽക്കാതിരിക്കുക എന്നുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് മഴ പെയ്ത് ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ ഓടി ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ നിൽക്കുന്ന ഒരു സ്വഭാവം, അത് ഒറ്റയ്ക്കൊരു മരം ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ നിൽക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഇടിമിന്നൽ അതിലേക്ക് ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് മരങ്ങളുള്ള സ്ഥലത്താണ് കുഴപ്പമില്ല. ഒരു വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്കൊരു മരം ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ മറ്റൊന്ന്, നമ്മളൊരു കാറിലാണെങ്കിൽ ആക്ച്വലി ഇത് ഭയങ്കര സേഫ് ആണ്. കാറിന്റെ അകത്തിരിക്കുകയാണ് ഭയങ്കര സേഫ് ആണ്. എന്ന് വെച്ചാൽ ആ മിന്നൽ വന്ന് ഇതിന്റെ മെറ്റലിൽ എക്സ്പോസ് ചെയ്തിട്ട് അത് അങ്ങനെ പുറത്തേക്ക് ഒഴുകി ഗ്രൗണ്ടിലേക്ക് പോകും. ഭയങ്കര സേഫ് പ്ലേസ് ആണ്. പക്ഷെ ഓൺലി തിങ് ഈസ് നമ്മൾ കാറിന്റെ അകത്തുള്ള ഒരു മെറ്റലിലും നമ്മൾ തൊടാൻ പാടില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് വരെ സേഫ് ആണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ്, ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഇടിമിന്നലേറ്റ് കിടക്കുന്ന ഒരാളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഹെസിറ്റേറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഷോക്ക് അടിക്കുമെന്ന് വെച്ചിട്ട് ഇതൊരിക്കലും ഷോക്ക് അടിക്കുന്നില്ല. ഇടിമിന്നൽ ഒരൊറ്റ സെക്കൻഡ് അത് അടിച്ചത് പോയി കഴിഞ്ഞു. അത് കണ്ടിന്യൂസ് കറണ്ട് പിടിച്ച പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് ഇടിമിന്നലേറ്റ ആളെ നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ മടിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ആളെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. കാർഡിയക് അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ CPR സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചെയ്യണം.